തൊപ്പിയും തൊപ്പിയുടെ ഗ്യാങ്ങിനെയും കുറിച്ചുള്ള ഓരോ കാര്യങ്ങളായിട്ട് അപ്ഡേറ്റ് ആയിട്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസമായിട്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ ബാൻ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തൊപ്പിയെ അന്വേഷിക്കുകയൊക്കെ പോലീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ തൊപ്പിയെ കിട്ടുകയൊന്നും ചെയ്യുന്നില്ലായിരുന്നു. ഒരുപക്ഷെ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ട് എന്നറിഞ്ഞതിനെ തുടർന്ന് ലുക്കൗട്ട് നോട്ടീസൊക്കെ ഇടാൻ വേണ്ടിയുള്ള തീരുമാനം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊപ്പിയുടെ ഗ്യാങ്ങിനെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ് അവർ തമ്മിലുള്ള ഇഷ്യൂസും പിന്നെ ഈ ഒരു തൊപ്പിക്കെതിരെ ഉണ്ടായ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന്. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് കണക്ക് തൊപ്പിയും തൊപ്പിയുടെ ഫ്രണ്ട്സും തമ്മിൽ ഒരു അടിയൊക്കെ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ തൊപ്പി വീഡിയോയിൽ വന്നിട്ട് ഈ ഒരു ഫ്രണ്ട്സ് സ്വകാര്യമായ ചില കാര്യങ്ങൾ ചെയ്തതിൻ്റെ വീഡിയോസ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഒരു കേസായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫ്രണ്ട്സ് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യം, ഈ ഒരു തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയൊക്കെ ഉണ്ടെങ്കിൽ ഹനാൻ ഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗറിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടൊക്കെ സംസാരിച്ചു. അതിൻ്റെ ഓഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഓഡിയോ അടക്കം പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓഡിയോ പുറത്ത് വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഹനാൻ ഷായൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്കെതിരെ എല്ലാം നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകുമെന്നുള്ളത്. സോ അതും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു തൊപ്പിയുടെ ഗ്യാങ്ങിലുണ്ടായ മമ്മു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തേക്കുന്നത്. അതിനുശേഷം ഇപ്പം ജയിലിലാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തൊപ്പിക്ക് വേണ്ടി അന്വേഷണം നടക്കുന്നുണ്ട്. ബാക്കി ഉള്ള ഗ്യാങ് മെമ്പേഴ്സിനെയൊക്കെ അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നല്ല രീതിയിലുള്ള നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്.